ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഒരു വസ്തുവിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന രേഖകളും ചിലവുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് മലയാളി വിഷൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. ആദ്യമായി എന്താണ് ഒരു വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ എന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ വസ്തു നിങ്ങളുടേത് എന്ന് രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ഈ രേഖയിൽ ഉടമയുടെ വിവരങ്ങൾ, വസ്തുവിൻ്റെ വിവരങ്ങൾ, കൈമാറ്റത്തിൻ്റെ വിവരങ്ങൾ എന്നിവ പ്രധാനമായും അടങ്ങിയിരിക്കും. ഒരു വസ്തുവിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ കേട്ടുവരുന്ന ചില വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് ഫെയർ വാല്യൂ അഥവാ ന്യായവിലയാണ്. ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ എന്നാൽ ആ പ്രദേശത്തെ വസ്തുവിന്മേൽ സർക്കാർ നിശ്ചയിക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ്. ഭൂമിയുടെ തരം, പ്രദേശത്തിൻ്റെ പ്രാധാന്യം, ദേശീയ സംസ്ഥാന പാതകളുടെ സാമീപ്യം, നിലവിലെ മാർക്കറ്റ് പ്രൈസ് തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് സർക്കാർ ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നും അറിയാൻ കഴിയും. ഫെയർ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവ നിശ്ചയിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ igr.kerala.gov.in ഫെയർ വാല്യൂ ക്ലിക്ക് ചെയ്താൽ ഒരു പ്രദേശത്തെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അറിയാൻ കഴിയും. ഇതിനായി വസ്തു സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജില്ല, താലൂക്ക്, വില്ലേജ് തുടങ്ങിയ വിവരങ്ങളും വസ്തുവിൻ്റെ ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകണം. ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന വിപണി വിലയാണ് മാർക്കറ്റ് വാല്യൂ. അത് എപ്പോഴും സർക്കാരിൻ്റെ ഫെയർ വാല്യൂവിനേക്കാൾ ഉയർന്നിരിക്കും. ആധാരത്തിൽ കാണിക്കുന്ന വില ഫെയർ വാല്യൂവിനേക്കാൾ ഉയർന്നിരുന്നാൽ ആധാരത്തിൽ കാണിക്കുന്ന വിലയ്ക്കനുസരിച്ചായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടത്. എന്നാൽ ആധാരത്തിൽ കാണിക്കുന്ന വില ഫെയർ വാല്യൂവിനേക്കാൾ താഴ്ന്നിരുന്നാൽ ഫെയർ വാല്യൂവിനനുസരിച്ചായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടി വരുന്നത്. കൂടാതെ എന്തുകൊണ്ട് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചെന്ന് വ്യക്തമാക്കുകയും വേണം. അതായത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫെയർ വാല്യൂവിന് മുകളിൽ എത്ര വേണമെങ്കിലും പോകാം. അതനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടച്ചാൽ മതി. ഇനി എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നും രജിസ്ട്രേഷൻ ഫീസ് എന്നും നോക്കാം. ഒരു വസ്തുവിൻ്റെ കൈമാറ്റത്തിന്മേൽ സർക്കാർ ഈടാക്കുന്ന നികുതിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഈടാക്കുന്ന തുകയാണ് രജിസ്ട്രേഷൻ ഫീസായി നൽകേണ്ടത്. ഒരു വസ്തുവിൻ്റെ വിലയുടെ നിശ്ചിത ശതമാനമാണ് രജിസ്ട്രേഷൻ ഫീസായും സ്റ്റാമ്പ് ഡ്യൂട്ടിയായും അടയ്ക്കേണ്ടത്. ഇത് വസ്തുവിൻ്റെ ന്യായവിലയെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുന്നത്. വസ്തുവിൻ്റെ വില ന്യായവിലയേക്കാൾ കൂടിയിരുന്നാൽ അതനുസരിച്ചായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കേണ്ടി വരിക. അതേസമയം കുറഞ്ഞ വിലയാണ് കാണിക്കുന്നെങ്കിൽ ഫെയർ വാല്യൂ അനുസരിച്ചായിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കേണ്ടി വരുന്നത്. അതായത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ലാഭിക്കാൻ കഴിയില്ല. ഓരോ സംസ്ഥാനത്തും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും വ്യത്യാസമാണ്. കേരളത്തിൽ നിലവിൽ വസ്തുവിലയുടെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസുമാണ് നൽകേണ്ടത്. ഉദാഹരണത്തിന് ഒരു വസ്തുവിൻ്റെ വില 1 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ 8%-ആയ 8 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2%-ആയ 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസുമായാണ് നൽകേണ്ടത്. അതേസമയം കുടുംബാധാരങ്ങളായ ഭാഗപത്രം, ധനനിശ്ചയാധാരം, ദാനാധാരം, ഒഴിമുറി ആധാരം തുടങ്ങിയവയുടെ രജിസ്ട്രേഷനിൽ ഇത് വളരെ കുറഞ്ഞ നിരക്കിലാണ്. ഭാഗപത്രാധാരത്തിൽ 0.15% സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസ് 1%-ഉമാണ്. ഒഴിമുറി ആധാരത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി 0.2%-ഉം രജിസ്ട്രേഷൻ ഫീസ് 1%-ഉമാണ്. ദാനാധാരത്തിലും ധനനിശ്ചയാധാരത്തിലും ഇതേ റേറ്റാണ് നിലവിലുള്ളത്. എന്നാൽ ദാനാധാരത്തിൽ കുടുംബത്തിന് പുറത്തുള്ളവർക്കാണ് വസ്തു കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും നൽകണം. ഇനി എന്താണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം. ഒരു ബിൽഡിംഗുള്ള പ്രോപ്പർട്ടിയാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടി രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കണം. അതിനായി മുനിസിപ്പാലിറ്റി, PWD തുടങ്ങിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ കൺസേൺഡ് എഞ്ചിനീയേഴ്സിനെയോ ബിൽഡിംഗ് വാല്യുവേഷൻ നടത്താൻ ലൈസൻസുള്ള മറ്റ് ചാർട്ടേഡ് എഞ്ചിനീയേഴ്സിനെയോ സമീപിക്കാം. ബിൽഡിംഗ് വാല്യുവേഷൻ കൂടി വസ്തുവിൻ്റെ വിലയിൽ കൂട്ടിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നത്. ഇനി ഒരു വസ്തുവിൻ്റെ രജിസ്ട്രേഷനിൽ എപ്പോഴാണ് TDS നൽകേണ്ടി വരിക എന്ന് നോക്കാം. TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാൽ ഇടപാടിൻ്റെ മുന്നോടിയായി ഇൻകം ടാക്സിൽ അടയ്ക്കേണ്ടി വരുന്ന അഡ്വാൻസ് ടാക്സ് ആണ്. ഇവിടെ ഒരു വസ്തു വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആളിൻ്റെ പേരിൽ TDS അടച്ച് ചെല്ലാൻ രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട്. 50 ലക്ഷമോ അതിന് മുകളിലോ വിലയുള്ള വസ്തുക്കളുടെ കൈമാറ്റത്തിന്മേലാണ് 1% TDS ആയി നൽകേണ്ടി വരിക. അതായത് വസ്തുവിൻ്റെ വില 1 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ 1%-ആയ 1 ലക്ഷം രൂപയാണ് TDS ആയി നൽകേണ്ടി വരുന്നത്. ഈ തുക വസ്തു വിൽക്കുന്ന ആളിൻ്റെ ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കുകയും പിന്നീട് വരുന്ന സാമ്പത്തിക വർഷത്തിൽ ടാക്സ് ലയബിലിറ്റി ഇല്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതേസമയം ഒരു NRIയിൽ നിന്നാണ് വസ്തു വാങ്ങുന്നതെങ്കിൽ മൊത്തം വിലയുടെ 20%-ആണ് TDS ആയി അടയ്ക്കേണ്ടത്. TDS എമൗണ്ടിൻ്റെ 10% സർചാർജും ടോട്ടൽ എമൗണ്ടിൻ്റെ 4% സെസ്സും അടയ്ക്കേണ്ടതായി വരും. എന്നാൽ ടാക്സ് ലയബിലിറ്റി കുറഞ്ഞ NRIകൾക്ക് ലോവർ TDS സർട്ടിഫിക്കറ്റിനായി ആദായ നികുതി വകുപ്പിൽ അപേക്ഷ നൽകാം. അംഗീകൃത ആധാരം എഴുത്തുകാരെ കൊണ്ടോ അഭിഭാഷകരെ കൊണ്ടോ ആധാരം തയ്യാറാക്കാം. എന്നാൽ സ്വന്തമായി ആധാരം തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആവശ്യമുള്ള ആധാരങ്ങളുടെ ഫോർമാറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും.
ബാധ്യതയില്ലെന്ന് തെളിയിക്കുന്ന എൻകംഫറൻസ് സർട്ടിഫിക്കറ്റ്, കൈവശാവകാശവും ജപ്തിരഹിതവും തെളിയിക്കുന്ന പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളും വളരെ പ്രധാനമാണ്. ഇനി രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് വിൽക്കപ്പെടുന്ന വസ്തുവിൻ്റെ ഒറിജിനൽ ആധാരങ്ങളും മുന്നാധാരങ്ങളുമാണ്. കൂടാതെ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭ്യമാകുന്ന ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് റെസീറ്റ്, BTR തണ്ടപ്പേർ പകർപ്പുകൾ, സർവേ സ്കെച്ച് ആൻഡ് മാപ്പ് എന്നിവയും ആവശ്യമാണ്. വാങ്ങുന്ന ആളിൻ്റെയും വിൽക്കുന്ന ആളിൻ്റെയും ID പ്രൂഫ്സ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, 2 സാക്ഷികളുടെ ID പ്രൂഫ്സ് എന്നിവയും, TDS ആപ്ലിക്കബിൾ ആണെങ്കിൽ TDS അടച്ച ചെല്ലാൻ, വസ്തുവിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുമാണ് ആവശ്യമുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സ്. ഒരു വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലെത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.